നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഫേസ് മസാജിന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് പലർക്കും നല്ല അഭിപ്രായമാണ് എനിക്ക് ലഭിച്ചത്. പലരും ചെയ്യുന്നു, പലർക്കും പല ഗുണം കിട്ടി, വളരെ ഹാപ്പിയാണ്, അതിൽ വളരെ സന്തോഷം. അപ്പോൾ പലരും ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് ഞങ്ങളുടെ ഫേസ് മസാജ് ചെയ്യുന്ന രീതി ഭംഗിയായിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് അതിന്റെ ഉപയോഗം കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കഴുത്തിന്റെ ഈ പോർഷൻ, അത് നമ്മുടെ കാവിൽക്കുലർ ബോൺ തൊട്ട് നമ്മുടെ ബോൺ, ചിൻ ബോൺ വരെയുള്ള പോർഷനിൽ വരുന്ന ചെറിയ റിങ്കിൾസ്, ഈ റിങ്കിൾസ് മാറാൻ എന്ത് ചെയ്യണം? ഈ ഫേസ് മസാജും ചെയ്തിട്ട് ഈ റിങ്കിൾസ് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരു വീഡിയോ ഇടണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ഈ റിങ്കിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോൺ തൊട്ട്, ക്ലാവിക്കുലർ ബോൺ തൊട്ട് നമ്മുടെ ചിൻ ബോൺ, ചിന്നിന്റെ ഈ വരുന്ന ജോ ലൈൻ വരെയുള്ള ഈ പോർഷനിൽ ചിലവരുടെ റിങ്കിൾസ് കാണും. ഈ റിങ്കിൾസ് ഫോം ചെയ്യുമ്പോൾ അതൊരു ഭംഗിക്കുറവാർക്കും ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ റിങ്കിൾസ് മാറ്റാൻ വേണ്ടിയുള്ള മസാജാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 5-6 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ഇതൊരു പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഭാഗം നമ്മൾ ഏതെങ്കിലും സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ശരിക്കും വാഷ് ചെയ്യുക. ഈ ഭാഗം വാഷ് ചെയ്യുക, എന്നിട്ട് ഒരു കർച്ചീഫോ ടവലോ ഉപയോഗിച്ച് ശരിക്കും റബ്ബ് ചെയ്ത് എല്ലാം ഡ്രൈ ആക്കി എടുക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാജിങ് പ്രൊസീജിയറിലേക്ക് പോവാം. അതിനുവേണ്ടി ആദ്യമായി നമ്മൾ മസാജ് ഓയിൽ ഏതെങ്കിലും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും നല്ല അലോവേര ജെല്ല്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ജെല്ലുകളുണ്ട്, വൈറ്റമിൻ ഇ ജെല്ലുണ്ട്, അത് അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുക. ഇവിടെയൊക്കെ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ സ്കിന്നിന് കുറച്ച് സ്മൂത്ത്നെസ് കിട്ടാനാണ്. പിന്നെ ഈ പറഞ്ഞ വൈറ്റമിൻ ഇ ജെല്ലും അലോവേരയൊക്കെ സ്കിന്നുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അത് എടുക്കാൻ വളരെ നല്ലത്. അത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്വേർഡ് സ്ട്രോക്ക് മസാജ് ആണ്. അപ്വേർഡ് സ്ട്രോക്ക് മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ ടൈറ്റൻ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റായി കിട്ടുവാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ വാഷ് ചെയ്തു, പിന്നെ ഇവിടെ കറക്റ്റായിട്ട് ഓയിൽ ഇട്ടു, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ജെല്ലൊക്കെ പരത്തി അത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്വേർഡ് സ്ട്രോക്ക് നമുക്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശരിക്കും ഈ ബനിയാനൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു വീഡിയോയിലായതുകൊണ്ടാണ് ബനിയാൻ ഇട്ട് കാണിക്കുന്നത്. അപ്പൊ അത് ഈ ക്ലാവിക്കുൽ ബോൺ, ഈ ബോൺ തൊട്ട് ചിൻ വരെയുള്ള പോർഷനിലേക്ക് നമുക്ക് അപ്വേർഡ് ചെയ്യാം. അത് 1 മിനിറ്റ് നമ്മൾ ചെയ്യണം. ഒരു സ്റ്റെപ്പിൽ 5 സെക്കൻഡ്സ് വെച്ച് നമുക്ക് ഈ 2 കൈകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്വേർഡ് മൂവ്മെന്റ് ചെയ്യാം. അതായത് 5 സെക്കൻഡ് എടുക്കും ഒരെണ്ണം ചെയ്യാനായിട്ട്. 1 2 3 4 5 ഒരു മൂവ്മെന്റിൽ 5 സെക്കൻഡ്, അങ്ങനെ 1 മിനിറ്റ് നമ്മൾ ചെയ്യാം. ഈ സൈഡിനൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്വേർഡ് മാത്രം മൂവ് ചെയ്യാൻ പാടുള്ളൂ. താഴേക്ക് ഒരിക്കലും മൂവ് ചെയ്യരുത്. ആദ്യം പ്രസ് ചെയ്യാൻ പാടില്ല. വളരെ ജെന്റിലായിട്ട് സ്ലോലി നമുക്ക് മൂവ് ചെയ്യാം. വളരെ സ്ലോലി ജെന്റിലായിട്ട് മൂവ് ചെയ്യാം. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സാധിക്കും, സ്കിൻ ടൈറ്റൻ ചെയ്യാൻ സാധിക്കും. സർക്കുലർ മസാജാണ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൊലാജൻ ബാധിപ്പിക്കുന്നതിനും നമ്മുടെ റിങ്കിൾസ് റിഡക്ഷൻ സംഭവിക്കുന്നതാണ്. ഈ റിങ്കിൾസ് റിഡക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യാം. അതിന് 2 കൈകളും വേണം. 2 കൈകളുടെ ഈ പോർഷൻ, ടിപ്പ് സൈഡ് പോർഷൻ വെച്ച് നമ്മൾ സർക്കിളായിട്ട് മൂവ് ചെയ്യാം. ഈ ക്ലാവിക്കുലർ തൊട്ട് നമുക്ക് ചെയ്യാം. ഒരു സർക്കുലർ മൂവ്മെന്റ് ചെയ്യാം. ഈ ബാക്ക് സൈഡും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പുറകിലെ സൈഡും കൂടി നമുക്ക് സർക്കുലർ മൂവ്മെന്റ്. to 30 ടൈംസ് വെച്ച് നമുക്ക് ചെയ്യാം.
അഞ്ചാമത്തെ സ്റ്റെപ്പ് നക്കിൾ മസാജ് ചെയ്യും. നക്കിൾ മസാജ് എന്ന് പറഞ്ഞാൽ നക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പോർഷനാണ്, ഈ വിരലുകളുടെ ബാക്ക് സൈഡ്, നക്കിൾ സൈഡ്. അത് നമ്മളിങ്ങനെ അപ്വേർഡ് മോഷൻ തന്നെ ചെയ്യാം. ഇങ്ങനെ ക്ലാവിക്കിലോട്ട് ഇങ്ങനെ വളരെ ജെന്റിലായിട്ട് മൂവ് ചെയ്യുക. ഓവറായിട്ട് ലോഡ് ചെയ്യേണ്ട, വളരെ ജെന്റിലായിട്ട് ഇങ്ങനെ പിടിച്ചു. ഇത് നമുക്ക് 1 മിനിറ്റ് ചെയ്യാം നക്കിൾ മസാജ്. അത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ മസാജ് ചെയ്യാം. ബട്ടർഫ്ലൈ മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജോ ലൈൻ ഉണ്ടല്ലോ, ജോ ലൈൻ്റെ അവിടെ നമ്മുടെ കൈകൾ ഇങ്ങനെ വിളിച്ചിട്ട് വലിച്ചു, 2 കൈകൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ. ഇതാണ് കുറച്ചും കൂടി ഈ രീതിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 10 to 12 ടൈംസ് നമുക്ക് ചെയ്യാം. ഇത് ഡബിൾ ചിൻ, ഇവിടെയൊക്കെ ഡബിൾ ചിൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ്, 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആൻഡ് റിലാക്സേഷൻ. കൂളിംഗ് ആൻഡ് റിലാക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാം മസാജിങ് കഴിഞ്ഞു. ഇനി നമ്മൾ കൈയുടെ ടിപ്പ്, ഈ പോയിന്റ് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. അത് ഫോഴ്സ് ഉണ്ട്, ചെറുതായിട്ട് ടാപ്പ് ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്കൊരു കൂൾ ഡൗൺ ചെയ്യാം. നമുക്ക് ഇൻഹേൽ ചെയ്യാം. ഇൻഹേൽ ചെയ്യാം, വായിലൂടെ എക്സേൽ ചെയ്യാം. സ്ലോലി കൂൾ ഡൗൺ ചെയ്യാം. കൂൾ ഡൗൺ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു കർച്ചീപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ എണ്ണ, താഴ്ച ഓയിലൊക്കെ ശരിക്കും തുടച്ച് കളയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 7 സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ റിങ്കിൾസ് ഒക്കെ മാറി മുഖം ടൈറ്റൻ ചെയ്യാനും ഷൈൻ ചെയ്യാനൊക്കെ ഉള്ള മസാജ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാവിൾക്ക് തൊട്ട് മുകളിലേക്കുള്ള പോർഷനിലൊക്കെ വളരെ ടൈറ്റൻഡ് ആയിട്ടും വളരെ ചുളികളില്ലാതെയൊക്കെ നമുക്ക് ഇരിക്കുവാൻ സാധിക്കും. അതുമൂലം വളരെ ചെറുപ്പം തോന്നിക്കാൻ നമുക്ക് സാധിക്കും. ഒരു 40-50 എബോവ് ഒക്കെ ആളുകൾ സ്ഥിരമായി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ സാരിക്കും ഡബിൾ ചിന്നും അതുപോലെ ഇങ്ങനെയുള്ള റിങ്കിൾസ് ഒക്കെ മാറി നല്ല വലിച്ച് നല്ല വടിവോടെ ഇരിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വളരെ വിജ്ഞാനപ്രദമായതും അതുപോലെ ഉപയോഗപ്രദമായതുമായ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നമസ്തേ.